ഡിസംബർ 19 കണ്ണൂരിൽ നിന്ന് പുലർച്ചെ 5 മണിക്ക് ജനശതാബ്ദിയിൽ കോട്ടയത്തേക്കാണ് യാത്ര. കലിയുഗവരദനായ കടും യോഗിയായ അയ്യപ്പസ്വാമിയുടെ യോഗഭൂമിയായ ശബരിമലയിലേക്ക്. ഞായറാഴ്ചയും ബുധനാഴ്ചയും ഒഴികെ മറ്റെല്ലാ ദിവസങ്ങളിലും കണ്ണൂരിൽ നിന്ന് തിരുവനന്തപുരം സെൻട്രൽ റെയിൽവേ സ്റ്റേഷനിലേക്ക് പോകുന്ന TVC ജനശതാബ്ദിയിലാണ് യാത്ര. നല്ല വേഗതയുള്ള ട്രെയിനാണിത്. കണ്ണൂരിൽ നിന്ന് 5.5 മണിക്കൂർ കൊണ്ട് കോട്ടയത്തും വെറും 9 മണിക്കൂർ കൊണ്ട് ട്രിവാൻഡ്രം സെൻട്രലിലും ഈ വണ്ടി എത്തിച്ചേരും. വടക്കേ മലബാറിലുള്ളവർക്ക് പത്മനാഭസ്വാമി ക്ഷേത്ര ദർശനത്തിനൊക്കെ പോകാൻ പറ്റിയ വണ്ടിയാണ് TVC ജനശതാബ്ദി. എല്ലാ വർഷവും മണ്ഡലകാലം തുടങ്ങി വളരെ വേഗം തന്നെ ശബരിമലയിൽ പോകാറാണ് പതിവ്. ഇപ്രാവശ്യം കുറച്ച് വൈകിയാണ് യാത്ര. അതുകൊണ്ട് തന്നെ അതിഭയങ്കരമായ തിരക്ക് പ്രതീക്ഷിച്ചുകൊണ്ടാണ് യാത്ര. ചെങ്ങന്നൂരിൽ നിന്നും കോട്ടയത്ത് നിന്നും ഏറ്റുമാനൂരിൽ നിന്നൊക്കെ ധാരാളം ബസ്സുകൾ ദിവസം തോറും പമ്പയിലേക്ക് സർവീസ് നടത്തുന്നുണ്ട്. എന്നാലും ഏറ്റവും കൂടുതൽ അയ്യപ്പന്മാർ ആശ്രയിക്കുന്നത് ചെങ്ങന്നൂർ റെയിൽവേ സ്റ്റേഷനാണ്. എൻ്റെ യാത്ര കോട്ടയം വരെയാണ്. കോട്ടയത്ത് നിന്നാണ് സാധാരണ ഞാൻ പമ്പയിലേക്ക് എത്തിച്ചേരാറ്. ഗ്രാമീണതയുടെ നവ്യമായ സൗന്ദര്യം ഇത്രമേൽ ആസ്വദിക്കാൻ ട്രെയിൻ യാത്രയല്ലാതെ മറ്റൊരു മാർഗമില്ല. ഇനി അയ്യപ്പസ്വാമിയെക്കുറിച്ച് സാധാരണ മനുഷ്യർ അധികം ആരും അറിയാത്ത ഒരു അറിവുണ്ട്. സാധാരണ ക്ഷേത്രങ്ങളിൽ ശയിക്കുന്ന രൂപത്തിലോ ഇരിക്കുന്ന രൂപത്തിലോ നിൽക്കുന്ന രൂപത്തിലോ ആണ് ദേവീദേവന്മാരെ കാണാൻ കഴിയുക. എന്നാൽ അയ്യപ്പസ്വാമി മാത്രമാണ് വളരെ വ്യത്യസ്തമായ രീതിയിൽ കാൽമുട്ടിന് കീഴിലായി ചുറ്റിനും ഒരു പട്ട ചുറ്റി ആസനസ്ഥനായിരിക്കുന്നത്. ഇതാണ് കോട്ടയം റെയിൽവേ സ്റ്റേഷൻ. ഇവിടെ നിന്ന് ധാരാളം ബസ്സുകൾ പമ്പയിലേക്ക് സർവീസ് നടത്തുന്നുണ്ട്. ഒരു ബസ്സിൽ 50 പേർ പൂർത്തിയായാലാണ് യാത്ര ആരംഭിക്കുക. അങ്ങനെ അയ്യപ്പസ്വാമി ആസനസ്ഥനായ ഈ ഇരിപ്പ് രീതിയെ നമ്മൾ ഹരിവരാസനം എന്ന് പറയുന്നു. എന്നാൽ നമ്മളിൽ പലർക്കും അയ്യപ്പസ്വാമിയുടെ കാൽമുട്ടിന് ചുറ്റും ബന്ധിച്ചിരിക്കുന്ന പട്ടയെയും അത് എന്തിനാണ് ബന്ധിച്ചിരിക്കുന്നത് എന്നും അറിയാൻ ചിലപ്പോൾ സാധ്യതയില്ല. കഥകൾ കൊണ്ട് നമുക്കിടയിലുള്ള പ്രചാരം ധ്യാനത്തിലിരിക്കുന്ന ഹരിഹരപുത്രനെ കാണാൻ പന്തളരാജൻ മല കയറി വരുമ്പോൾ പിതൃമര്യാദാസൂചകമായി അയ്യപ്പസ്വാമി ധ്യാനത്തിൽ നിന്ന് എണീറ്റ് നിൽക്കുമെന്നും അത് സംഭവിക്കാതിരിക്കാൻ പന്തളരാജൻ തന്നെ സ്വർണത്താൽ ഒരു പട്ട ഉണ്ടാക്കി അത് കാൽമുട്ടിന് ചുറ്റും ബന്ധിപ്പിച്ചിരിക്കുന്നു എന്നുമാണ്. കടും യോഗി ആയതിനാലാണ് മറ്റുള്ളവരിൽ നിന്നും വ്യത്യസ്തമായി കൊടും വനത്തിനുള്ളിൽ അയ്യപ്പസ്വാമി ഏകാന്തനായി ധ്യാനത്തിൽ ലയിച്ചിരിക്കുന്നത്. അങ്ങനെ എരുമേലിയിലെത്തി. എരുമേലിയിലൊന്ന് തൊഴുതതിന് ശേഷം ഇനി നേരെ പമ്പയിലേക്കാണ്. ഇങ്ങനെ കാൽമുട്ടിന് ചുറ്റും പട്ട ചുറ്റി ദീർഘകാലം ആസനസ്ഥനായിരിക്കുന്നതിനെ പതഞ്ജലി മഹർഷിയുടെ യോഗാസനത്തിൽ യോഗ പട്ടാസനം എന്നാണ് പറഞ്ഞിരിക്കുന്നത്. യോഗ നരസിംഹമൂർത്തിയും യോഗ ദക്ഷിണാമൂർത്തിയും ഒക്കെ ഇങ്ങനെ പട്ട ചുറ്റി ധ്യാനാവസ്ഥയിലിരിക്കുന്നത് ചിലയിടങ്ങളിൽ കാണാൻ കഴിയും. മനുഷ്യ ശരീരത്തിലുള്ള 72,000 നാഡികളിൽ പ്രധാന നാഡികളായ ഇട, പിംഗള, സുഷുമ്ന നാഡികൾ വഴി ഊർജം ശരീരത്തിലെ പഞ്ചഭൂതങ്ങളുടെ സ്ഥാനങ്ങളായ ഭൂമിയുടെ മൂലാധാരത്തിൽ നിന്നും ജലത്തിൻ്റെ സ്വാധിഷ്ഠാനം വഴി അഗ്നിയാകുന്ന മണിപൂരകം വഴി വായുവിൻ്റെ അനാഹതത്തിലൂടെ ആകാശമാകുന്ന വിശുദ്ധിയിൽ എത്തിച്ചേരുന്നു. അതായത് 5 ഭൂതങ്ങളെയും 5 ഇന്ദ്രിയങ്ങളെയും അടക്കി വാഴുന്ന അപ്പനാണ് അയ്യപ്പൻ. ശേഷം ഈ ഊർജം ആജ്ഞാചക്രം വഴി സഹസ്രാരത്തിലെത്തി പ്രപഞ്ചശക്തിയായ പരമാത്മാവിൽ വിലയിക്കുന്നു. അതായത് മഹായോഗിയായ അയ്യപ്പസ്വാമി ധ്യാനത്തിലൂടെ പരമാത്മാവുമായി വിലയിക്കുന്നു. എരുമേലിയിൽ അത്ര തിരക്ക് കാണാത്തതുകൊണ്ട് ശബരിമലയിലും അതിഭയങ്കരമായ തിരക്കൊന്നും പ്രതീക്ഷിച്ചില്ല. എരുമേലിയിൽ നിന്ന് പമ്പയിലേക്കുള്ള യാത്രയിൽ ഇടയ്ക്ക് ഇവിടെ ചായ കുടിക്കാനെന്ന് നിർത്തി. കുറച്ച് സമയത്തിന് ശേഷം വീണ്ടും യാത്ര തുടങ്ങി.
ഇടതൂർന്ന വനത്തിലൂടെ പരിശുദ്ധമായ വായുവും ശ്വസിച്ച് മലനിരകളുടെ ഭംഗിയുള്ള കാഴ്ചകളും കൊണ്ട് അതിമനോഹരമായൊരു യാത്ര. കോട്ടയത്ത് നിന്ന് പമ്പ വരെ ഏകദേശം 3-3.5 മണിക്കൂർ സമയത്തെ യാത്രയുണ്ട്. ഓർഡിനറി ബസ്സാണെങ്കിൽ ഒരാൾക്ക് 196 രൂപയാണ് കോട്ടയത്ത് നിന്ന് പമ്പയിലേക്ക് ബസ് ചാർജ്. അങ്ങനെ ഏറെ നേരത്തെ യാത്രയ്ക്ക് ശേഷം ശബരിമലയുടെ ബേസ് ക്യാമ്പായ നിലയ്ക്കലെത്തി. ഇതാണ് നിലയ്ക്കൽ. നിലയ്ക്കൽ ഒരു മഹാദേവ ക്ഷേത്രമുണ്ട്. അവിടെ മഹാദേവനെയും തൊഴുതാണ് ഭക്തർ ശബരിമലയിലേക്ക് യാത്രയാവുക. അഗാധതയിലൂടെ ഒഴുകുന്ന പുണ്യ പമ്പാനദിയും പുൽമേടുകൾ നിറഞ്ഞ മലനിരകളും ഭംഗിയുള്ള കാഴ്ചയാണ്. എത്ര കെട്ടവനായാലും എത്ര അജ്ഞാനിയായാലും ഭഗവാന്റെ പുണ്യദർശനം തേടി മാലയിട്ട് 41 ദിവസത്തെ പുണ്യവ്രതമനുഷ്ഠിക്കാൻ തൻ്റെ അഡിക്ഷനെല്ലാം ഒഴിവാക്കി ആ പ്രപഞ്ചശക്തിയുടെ സന്നിധാനത്തെത്തുന്നുണ്ടെങ്കിൽ ആ ശക്തിവിശേഷത്തിൻ്റെ സത്യം, ശാശ്വതമായ സത്യം എത്ര വലുതാണെന്ന് മനസ്സിലാകുന്നു. അങ്ങനെ ഏറെ നേരത്തെ യാത്രയ്ക്ക് ശേഷം പുണ്യ പമ്പയിലെത്തി. പമ്പാനദി പരിഭവങ്ങൾ ഏതുമില്ലാതെ ആയിരക്കണക്കിന് ഭക്തരുടെ ആദരവും സ്നാനവും ഏറ്റുവാങ്ങി നിർബാധം മുന്നോട്ട് ഒഴുകുകയാണ്. ആന്ധ്രയിൽ നിന്നും തമിഴ്നാട്ടിൽ നിന്നും വരുന്ന ഭക്തർ അയ്യപ്പ ദർശനത്തിന് ശേഷം തൻ്റെ സകല വസ്ത്രങ്ങളും ആ പുണ്യ പമ്പയിൽ ഉപേക്ഷിച്ചാണ് മടങ്ങുന്നത്. ഇങ്ങനെ പമ്പാനദിയെ മലിനപ്പെടുത്തുന്ന ദയനീയമായ കാഴ്ച കണ്ടപ്പോൾ ഹൃദയത്തിൽ ഒരുപാട് വേദന തോന്നി. ഇതിനെതിരെ സർക്കാർ ഒന്നും ശബ്ദിക്കുന്നില്ല എന്ന് കൂടി അറിയുമ്പോൾ ആ വിഷമം ഇരട്ടിയാവുകയാണ്. പമ്പയിലെ പുണ്യസ്നാനത്തിന് ശേഷം നീണ്ട 16 മണിക്കൂറത്തെ ക്യൂവിന് ശേഷം അയ്യപ്പസ്വാമിയുടെ ആ പുണ്യഭൂമിയിലെത്തി. തത്വമസി, പ്രപഞ്ചസത്യമായ ആ പരമാത്മാവ് ഓരോ മനുഷ്യൻ്റെയും ഉള്ളിൽ തന്നെയുണ്ടെന്ന തിരിച്ചറിവാണ് ഓരോ ശബരിമല യാത്രയും. ഭഗവാന്റെ പുണ്യ ദർശനത്തിന് ശേഷം ചെങ്ങന്നൂർ റെയിൽവേ സ്റ്റേഷനിലെത്തി ട്രെയിനിലുള്ള കാത്തിരിപ്പാണ്. ഒപ്പം ഇനിയും ഭഗവത് ദർശനത്തിനായി ഈ പുണ്യഭൂമിയിൽ എത്താൻ സാധിക്കണേ എന്ന പ്രാർത്ഥനയും.